മലയാള സിനിമയിലെ ബോഡി ഷെയ്മിങ്, അതായത് ഒരാളുടെ ശരീരത്തെ മോശവത്തായ രീതിയിൽ സംസാരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പെർഫോമൻസിനെ കളിയാക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം നിറത്തെ അവഹേളിക്കുക, ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? ഇത് മലയാള സിനിമാ രംഗത്ത് ഇത് വളരെ പഴക്കം തന്നെ ഇത് ഈ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതിന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യകാലത്ത് ബഹദൂർ, പിന്നെ കൃഷ്ണൻകുട്ടി നായർ, നമ്മുടെ ഇന്ദ്രൻസ്, ഇങ്ങനെ തുടങ്ങി പലരെയും കളിയാക്കി ബോഡി ഷേമിങ് ഉണ്ടായിരുന്നു. അവരെ ഒരു ഘട്ടത്തിന് ഒരിക്കൽ മുഖ്യമന്ത്രി വരെ അങ്ങനെ ആക്ഷേപിക്കുന്ന രീതിയിൽ ഞാൻ പേര് പരിശീലിക്കുന്നതല്ല, അവർക്ക് വരെയും ചിലപ്പോൾ ഒരു സന്ദർഭത്തിൽ അവർ വരെയും പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ബോഡി ഷെയിം ഒരു കലാകാരനെ ഇതിനെ സംബന്ധിച്ച് ബോഡി ഷെയിമിങ്ങിനെ വെച്ച് അങ്ങനെ പറയാൻ പാടില്ല. അവരുടെ സർഗ്ഗശേഷി ബോഡി ഷെയിമിങ്ങിലായിരിക്കില്ല, ചിലപ്പോൾ ഒരു ആശയത്തിലായിരിക്കും, അല്ല അവരുടെ അഭിനയത്തിനോ കഴിവിലാക്കിയായിരിക്കും അവർ മറ്റുള്ള ആരാധകരെ അല്ലെങ്കിൽ അവരുടെ പ്രേക്ഷകരെയൊക്കെ അവർ കയ്യിലെടുക്കുന്നത്. പക്ഷെ കുറച്ച് പേര് ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ബോഡി ഷെയിമിങ് നടത്തിക്കുന്നു. ഇപ്പോൾ രേണുസുദിനെ ബോഡി ഷെയിമിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളായിട്ടുള്ള നടിമാരും പലരും ബോഡി ഷെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഷീലയെയും കളിയാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ശ്രീയുദ്ധിനെയും കളിയാക്കിയിട്ടുണ്ട്, ഷീലയുടെ നടത്തത്തിനെ പറ്റി ആക്ഷേപിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഷീലിപ്പോഴും വലിയ കലാകാരി ജീവിച്ചിരിപ്പുണ്ട്, അവർക്കും ഈ ആദ്യകാലത്ത് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ടായേക്കണേ. പിന്നീട് കുറച്ച് കാലം കഴിയുമ്പോൾ ഇവരൊക്കെ എല്ലാം ഈ ബോഡി ആരാധകരായിട്ട് മാറും, വലിയ ആരാധകരായിട്ട് മാറാറുണ്ട്. ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് ഏറ്റവും കൂടുതൽ മലയാളികളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇത് അധിക്ഷേപങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും വരുന്നത്. അല്ല, മലയാളികളിലല്ല, അത് മിക്കവാറും മറ്റെല്ലാവരും. അത് ഞാൻ ഈ ബോഡി ഷെയിമിങ് നടത്തുന്നത് വേറൊരു വിധത്തിലും കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കണത്. ചിലരുടെയൊക്കെ ജലസ് ആണെന്ന്, അതായത് അസൂയ രോഗം ഉള്ളതുപോലെയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കലാകാരൻ്റെ കഴിവൊന്നും ഈ പറയുന്ന ഈ ബോഡി ഷെയിമിങ് നടത്തുന്നവർക്ക് ഉണ്ടാകില്ല, ആ സർഗ്ഗശേഷി ഉണ്ടാകില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ആക്ഷേപിക്കുന്ന രീതിയാണ് അസൂയ. അപ്പം അതാണെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഒരു കലാകാരൻ്റെ കഴിവിനെ അങ്ങനെ നമ്മൾ ആക്ഷേപിക്കേണ്ട കാര്യമില്ല പല കാര്യത്തിനും.